കൊച്ചിയിലെ നക്ഷത്ര ഹോട്ടലിൽ നിന്ന് കൊക്കൈൻ അടക്കമുള്ള ലഹരി മരുന്ന് പിടിച്ച കേസിൽ പോലീസ് അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും നീങ്ങുകയാണ്. മരടിലെ നക്ഷത്ര ഹോട്ടലിൽ നടത്തിയ റെയ്ഡിൽ ലഹരി മരുന്നുമായി കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശും കൂട്ടാളി ഷിഹാസും കഴിഞ്ഞ ദിവസമാണ് കൊച്ചി പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഇവർ DJ പാർട്ടികളിൽ വിൽക്കാൻ എത്തിച്ചതാണ് ലഹരി മരുന്ന് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. ഹോട്ടലിൽ 3 മുറികൾ ബുക്ക് ചെയ്തായിരുന്നു ഇവർ തങ്ങിയിരുന്നത്. ഇവരുടെ മുറിയിൽ പ്രശസ്ത സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസി, പ്രയാഗ മാർട്ടിൻ എന്നിവരടക്കം 20ഓളം പേർ സന്ദർശനത്തിനായി എത്തിയിരുന്നെന്നും പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നും സിനിമാ താരങ്ങളടക്കം ഓം പ്രകാശിനെ സന്ദർശിച്ച 20 പേരെയും ചോദ്യം ചെയ്യണമെന്നും പോലീസ് വ്യക്തമാക്കി. വ്യവസായ് പോൾ മുത്തൂറ്റ് വധക്കേസിലടക്കം 30ലേറെ കേസുകളിലെ പ്രതിയാണ് ഓം പ്രകാശ്. ഇയാളും കൂട്ടാളികളും 4 ദിവസം മുമ്പാണ് കൊച്ചിയിലെ മരടിലെ നക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്തത്. വ്യാജ പേരുകളിലാണ് മുറി ബുക്ക് ചെയ്തിരുന്നത്. ലഹരി ഇടപാട് നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹോട്ടലിൽ പോലീസ് റെയ്ഡ് നടത്തിയത്. ഈ വാർത്ത വന്നതിന് പിന്നാലെ ഒരു ചിത്രം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുകയാണ് പ്രയാഗ മാർട്ടിൻ. ആഹാ ഊഹു എന്നും എഴുതിയ ഒരു ഫ്രെയിം ചെയ്ത ബോർഡാണ് പ്രയാഗ പോസ്റ്റ് ചെയ്തത്. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ പരിഹസിച്ചാണ് നടിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് ആരാധകരുടെ വിലയിരുത്തൽ. സാഗർ എലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടായിരുന്നു പ്രയാഗയുടെ അരങ്ങേറ്റം. 2016 ഒരു മുറിയിൽ വന്ന് പാർത്തായ എന്ന മലയാള സിനിമയിൽ പ്രയാഗ നായികയായി. കട്ടപ്പനയിലെ ഋതിക് റോഷൻ, ഫുക്രി, പോക്രി സൈമൺ, രാമലീല, ഒരു പഴയ ബോംബ് കഥ, ഉൾട്ട തുടങ്ങിയവയാണ് പ്രയാഗ അഭിനയിച്ച പ്രധാന സിനിമകൾ. ഇൻസ്റ്റാഗ്രാമിൽ മിസ് മാർട്ടിൻ എന്നറിയപ്പെടുന്ന പ്രയാഗയ്ക്ക് 1 മില്യണിലേറെ ഫോളോവേഴ്സ് ഉണ്ട്. ഫാഷൻ ട്രെൻഡുകളിൽ അപ്ഡേറ്റഡ് ആയ നടിയുടെ പല ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നേരത്തെ പ്രയാഗ നടത്തിയ മേക്ക് ഓവറും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരുന്നു. ഹെയർ സ്റ്റൈലിലാണ് നടി കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയത്. പല നിറങ്ങളിൽ മുടി കളർ ചെയ്ത പ്രയാഗ പിന്നീട് ബോയ് കട്ട് രീതിയിലുള്ള പുതിയ ഹെയർ സ്റ്റൈലും പരീക്ഷിച്ചിരുന്നു.